ഈ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ ആഗോള അയ്യപ്പ സംഗമത്തിലുള്ള ഒരുക്കങ്ങൾ വേഗത്തിലാക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സമുദായ നേതാക്കളെ നേരിട്ട് കണ്ട് പിന്തുണ ഉറപ്പിക്കുന്നതിനൊപ്പം എല്ലാ വിഭാഗത്തിലുമുള്ള ശബരിമല വിശ്വാസികളെയും അയ്യപ്പ സംഗമത്തിൽ എത്തിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ ശ്രമം. അയ്യപ്പ സംഗമം ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണെന്നും തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണെന്ന് പറയുന്നത് ബാലിശമാണെന്നുമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പ്രതികരിച്ചത്. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ഒരു ഒരു അത്ഭുതമായി മാറും. കാരണം അയ്യപ്പൻ്റെ ശക്തി ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വലിയൊരു വികസനത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്. ശബരിമലയുടെ പ്രസക്തി ലോകത്തിൻ്റെ നെറുകയിലെത്തും. സ്ത്രീപ്രവേശത്തെ അത്യുഗ്രമായി എതിർത്തുന്ന കാലത്തല്ലേ കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പ്, എന്നിട്ട് 99 സീറ്റിലല്ലേ പിണറായി ജയിച്ചത്. അതൊക്കെ ഒന്നും ബാലിശമായ ആരോപണങ്ങൾ പറയാതെ എന്തേ സ്ത്രീപ്രവേശം എന്നുള്ള ഇഷ്യൂ ഇപ്പൊ ഇല്ലല്ലോ. ആഗോള അയ്യപ്പ സംഗമം വിശ്വാസികളെ പറ്റിക്കാനാണെന്ന് പറയുന്ന BJP ശബരിമല പ്രക്ഷോഭത്തിൽ അറസ്റ്റിലായവരുടെ പട്ടിക തന്നെ പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുകയാണ്. കേസുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ ഞങ്ങൾ പ്രസിദ്ധപ്പെടുത്തും. കാരണം അപ്പോൾ മന്ത്രി പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് തെളിയും. അപ്പോൾ മൗലികങ്ങളായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കേരള ഗവൺമെൻറ് തയ്യാറില്ല. ഗവൺമെൻറ് കള്ളം പറയുകയാണ്. 2 കള്ളങ്ങളാണ് ഒരേ സമയം പറയുന്നത്. ഒന്ന്, കേസുകൾ ഒന്നും പിൻവലിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. മറ്റൊന്ന്, സത്യവാങ്മൂലം കോടതിയിൽ ഇപ്പോൾ പിൻവലിക്കാൻ ബുദ്ധിമുട്ടാണ്, സബ് ജുഡീസ് ആകുന്ന. അതിനിടെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഏകോപന ചുമതല ശബരിമല ADM ഡോക്ടർ അരുൺ S. നായർക്ക് നൽകിയിരിക്കുകയാണ്. സുരക്ഷാ ചുമതല ADGP S. ശ്രീജിത്തിനാണ്. TV പ്രസാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, ഒരു ഭാഗത്ത് ഇങ്ങനെ വാക്പോര് തുടരുക തന്നെയാണ്. BJP ഇതാ അന്ന് പ്രക്ഷോഭ സമയത്ത് അറസ്റ്റിലായവരുടെ പട്ടികയൊക്കെ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു. വിമർശനങ്ങൾ തുടരുന്നതിനിടയിൽ പക്ഷേ SNDP യോഗമായാലും NSS ആയാലും പൂർണ്ണ പിന്തുണയുമായി മറുഭാഗത്തുമുണ്ട്. ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയും ചെയ്യുന്നു. ഏതായാലും സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത് അതിലേക്ക് ഇല്ല എന്നത് കൂടിയാണ്. ഏതായാലും എങ്ങനെയാണ് ഇപ്പോൾ ഒരുക്കങ്ങൾ പൂർണ്ണമാകുന്നത്? ഓരോ സമുദായ നേതാക്കളെയും നേരിട്ട് കണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ക്ഷണിക്കുകയാണ്, അല്ലേ? ഉറപ്പായും ആഗോള അയ്യപ്പ സംഗമം വലിയ ചർച്ചയായി മാറി. സർക്കാർ അതിന്റെ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ദേവസ്വം ബോർഡിനെ മുൻനിർത്തിക്കൊണ്ടാണെങ്കിലും CPIM-ഉം സർക്കാരും ഈ ആഗോള അയ്യപ്പ സംഗമം വേണ്ട രീതിയിൽ വിജയിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ മോചിതരാകാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് അവർക്കുള്ളത്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിലായിരുന്നു CPIM-ഉം LDF സർക്കാരും. ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ അതിൽ നിന്നൊന്ന് മറികടക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ചർച്ച ഉയർന്നാലും അത് സർക്കാരിന് നേട്ടമാണ് എന്നതാണ് സർക്കാർ കാണുന്നത്. കാരണം അതിൻ്റെ ഒരു പ്രായശ്ചിത്തം എന്ന നിലയിൽ സർക്കാർ ഇതെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്ന ഒരു ചർച്ചയെങ്കിലും അയ്യപ്പ വിശ്വാസികളിൽ ഉണ്ടാകും എന്ന് സർക്കാർ കരുതുന്നുമുണ്ട്. അങ്ങനെ തന്നെയാണ് ഇത് മുമ്പോട്ട് പോകുന്നതും. തുടക്കം മുതൽ തന്നെ ഇതിൽ പങ്കെടുക്കില്ല എന്നറിഞ്ഞിട്ടും പലരെയും നേരിട്ട് ക്ഷണിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രതികരണം എന്ന്. താൻ ആ പരിപാടിക്ക് പങ്കെടുക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് സുരേഷ് ഗോപി. പക്ഷേ അതോടൊപ്പം തന്നെ CPIM-നും സർക്കാരിനും ഉണ്ടായ രാഷ്ട്രീയ നേട്ടം എന്നുള്ളത് NSS ഇതിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. SNDP-യുടെ പൂർണ്ണമായ പിന്തുണ കിട്ടുന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് ആഗോള അയ്യപ്പ സംഗമം വൻ വിജയമാക്കാനുള്ള വലിയ തയ്യാറെടുപ്പാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്നത്. വിനീത.